ഹലോ. ഫോട്ടോ എടുക്കാനാണ് ഇപ്പൊ പറ്റത്തില്ല, മഴയാണ് മഴ. പോയി വെയിലുള്ളപ്പോ ഈ മഴയും ഫോട്ടോ തമ്മിൽ എന്താ ബന്ധം? തനിക്കിപ്പോ ഒന്നും പറഞ്ഞ മനസ്സിൽ യാക്ക് പെന്നാ എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ടേ? സമാധാനം. ഈ പെൻഡ്രൈവിലുള്ള പറ്റില്ല. 4-5 ഫോട്ടോസ് പ്രിന്റ് എടുത്ത് തന്നാ. പറ്റില്ല. ഇല്ല ഇല്ല, പോ. പെൻഡ്രൈവ് മൊത്തം വൈറസ് ആയിരിക്കും. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഇതെന്റെ പേഴ്സണൽ പെൻഡ്രൈവ് ആണേ, സേഫ് ആയിരിക്കും. ഇതൊക്കെ താനെടുത്ത ഫോട്ടോസ് ആണോ? താനെടുത്ത ഫോട്ടോസ് ആണോ എന്ന്? അതിൻ്റെയൊക്കെ ഒരു ഡെപ്ത് കണ്ട മനസ്സിലായിക്കൂടെ? ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞു, കല്യാണമായിരിക്കും. അത്രയ്ക്കൊന്നുമില്ല, ചെറിയ പ്രോഗ്രാംസ് മാത്രം. അതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം. എന്നും കല്യാണവും കാതുകുത്തലൊക്കെ മതിയെന്നേ, അതിന്റെ അപ്പുറത്തോട്ടൊന്നും ഒരുത്തരും ചിന്തിക്കില്ലെന്നേ. അതിനപ്പുറത്തേക്ക് എന്താ? അതിപ്പോ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയത്തില്ല. വെൽ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. സിനിമ, ഫാഷൻ, ട്രാവൽ, വൈൽഡ്, അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറുടെ ലോകം വളരെ വിശാലമാണ്. പിന്നെ താനെന്തൊരു സ്റ്റുഡിയോ ഇട്ട് ഇവിടെ കൂടി പോയത്? അതിപ്പോ ക്യാമറ ലൈറ്റ്സ് ഒക്കെ കറണ്ട് പോയാലോ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. താനൊരു കാര്യം ചെയ്യും, ഈ ഫോട്ടോസ് പ്രിന്റ് എടുത്ത് വെച്ചോ, ഞാൻ നാളെ ഒന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ. പ്രിന്റ് എടുത്തിട്ട് താൻ വന്നില്ലെങ്കിലോ? അപ്പൊ എനിക്ക് ആളെ കണ്ടുപിടിക്കണ്ടേ? അവിടെ സൂപ്പർ ഫോട്ടോ ആണ് കണ്ടോ? എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് മാത്രം കാണാതെ വല്ലപ്പോഴൊക്കെ ഹൃദയം കൊണ്ടും കാണാൻ ശ്രമിക്കും. ഇപ്പൊ കല്യാണത്തിനും പാലുകാച്ചലിനും വരെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് അയാളെ കണ്ടുമുട്ടിയതും ഇപ്പം അയാളുടെ പെങ്ങളായി കുട്ടിയെന്ന് അറിഞ്ഞപ്പോഴും എല്ലാവരും നിമിത്തമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? സത്യമാണ് ഇച്ചാച്ചൻ എങ്ങനെ മനസ്സിലായി? എടാ പിള്ളേരെ, നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള എല്ലാ ഊളകളും ഇത് തന്നെ ചിന്തിക്കുള്ളൂ. എൻ്റെ അമ്മയ്ക്കാണ് സത്യം. വാ, ഇന്നത്തെ മിച്ചർ പോയാലിട്ടോ ഊതാതെ പോയേ. ഹലോ, നാടകം ഉണ്ടെന്ന്. എടാ, നമ്മളെ പഴയ വടകേ പ്രഭാകരനൊക്കെ ഉണ്ടോടാ? ആണോ? ഞാൻ വരട്ടെ, ഞാനേ നോക്കട്ടെ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ചാച്ചൻ പറഞ്ഞ പോലെ ഒന്നല്ല, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാന്നേ. എടാ, ഇന്ന് ആ ലിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല ചാൻസ് ആയിരുന്നു. അവളുടെ നമ്പർ ഞാൻ മനോവിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്, പക്ഷെ വിളിക്കാനൊരു പേടി. പേടിയോ? എന്തിന്? പേടിയുള്ളടത്ത് പ്രണയം വർക്കാവൂല. ശരി, എന്നാ വിളിച്ചാലോ? ഈ രാത്രി വേണ്ട, പ്രണയത്തിന് അങ്ങനെ രാത്രിന്നോ പകലെന്നോ ഒന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വിളി. ഒറ്റ മിനിറ്റ്, പേഴ്സ് ചെതലരിച്ച് തുടങ്ങി. ഇതിന്ന് വിളിച്ചു. ഒറ്റ ഒരുത്തൻ തെരഞ്ഞു വന്ന് പണി വരില്ല. കള്ളനാ, കള്ളൻ. അറിയാലോ. നാട്ടുകാരെ നിനക്ക് കിട്ടുന്ന പോലായിട്ട് അവനോട് മേടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. ആണോന്നോ? ഏടാ നീ കളിക്കുന്നത്? എടാ, നിന്റെ പൊതി കിട്ടി വയറിളക്കം പിടിച്ച് പ്രളയം വന്ന് സർവ്വതെന്ന് വെച്ചാലും ഈ മിക്സി എന്നാക്കി തീരാതെ ഒരു തൊള്ളിയിലെന്ന് എല്ലാം മര്യാദ മിക്സി എന്നാക്കി സമയം ഒത്തിരി ഞാനങ്ങ് ഇറങ്ങുവാണേ. ഞാൻ നിന്നോട് പറയാതിരിക്കായിരുന്നു. സമയം കണ്ടമാനം കൊണ്ട് പോയി. അതേ തന്നെ നീ നോക്കൂ. ഞങ്ങളിപ്പോ എടാ, ഇത് തീർത്ത് ഞാനും വരാടാ. പോയി വിളിക്ക്, വിജയിച്ചു. അയ്യോ വേണ്ട, കുറെ നേരമായിട്ട് ബെല്ലടിക്കുന്നുണ്ടോ? ഒരു തവണ. അയ്യോ എന്തൊരു ടെൻഷൻ. അയ്യോ ഹലോ, അല്ല അറിയില്ല. എൻ്റെ അമ്മച്ചി, ആ കുട്ടാ പൊട്ടാ. അയ്യോ ടെൻഷൻ. പൊട്ടാളമാണോ? ഹലോ ഹലോ, ഇതാരാ? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാവാത്തോണ്ടാണല്ലോ ആരാന്ന് ചോദിച്ചത്. ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന്. ആ, മനസ്സിലായി.
കാലത്ത് ബസ് സ്റ്റോപ്പിലും സ്ഥിരമായിട്ട് മില്ലിലും വന്ന് എനിക്ക് പണിയിരുന്ന ചേട്ടനല്ലേ? അല്ല, കുറച്ച് നാളായി ഇതിനോട് 2 വാക്ക് പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ തന്റെ ഉദ്ദേശം? ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ അല്ല. താനൊന്നും പറയണ്ട. വേണ്ട, പറയണ്ട. മെയിൽ എന്നെ വിളിക്കരുത്. ഇല്ല, വിളിക്കില്ല. അങ്ങനെ വിട്ട ശരിയാവില്ല. തന്നോടല്ലേ ഞാൻ. സത്യം പറഞ്ഞാൽ ഞാനാ തനിക്ക് ബസ് സ്റ്റോപ്പിൽ ലിഫ്റ്റ്. ഓ ജെറി. അതെ, ആ ജെറി. ഓ ഐ എം റിയലി സോറി ജെറി, ഞാൻ ആളറിയാതെ പെട്ടെന്ന്. ഇറ്റ്സ് ഓക്കേ, ഹാപ്പൻസ്. സാരമില്ല. അല്ല, താൻ ആരോടാ ഷൗട്ട് ചെയ്തേ? ഓ അത് ഞാൻ വേറൊരാളെന്ന് കരുതി ഒന്ന് വരട്ടിയതാ. ഇങ്ങനെയൊന്നും വരട്ടല്ലോ കേട്ടോ. ഇന്ന് താൻ എന്നെ കറക്റ്റ് ടൈമിൽ എത്തിച്ചില്ലായിരുന്നു, എല്ലാം കൊളായന്. അല്ല, ഹൗ ഡിഡ് യു ഗെറ്റ് മൈ നമ്പർ? സഞ്ജയുടെ സിസ്റ്ററിന്റെ നമ്പർ കിട്ടാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏട്ടൻ എങ്ങനെ അറിയാം? അതൊക്കെ ഒരു സസ്പെൻസ് ആണ്. ഈ ഒരൊറ്റ കോളിൽ പറഞ്ഞാൽ തീരില്ല. വഴിയെ കൂടുതൽ പരിചയപ്പെടാം. ഓക്കെ. ജെറി പറഞ്ഞു. നമ്മള് ഇന്നലെ പരിചയപ്പെട്ട സ്ഥിതിക്ക് മില്ലിപ്പോ റെഡിയാവുമായിരിക്കും അല്ലേ? ഞാൻ മില്ലിലോട്ട് പോവാന്ന് ജെറിക്ക് എങ്ങനെ മനസ്സിലായി? എന്തോ ചാച്ചൻ വിളിക്കുന്നേ. പിന്നെ വിളിക്കാം. വിളിക്കും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കേട്ടോ, ഇങ്ങനെയാണോ ചാച്ചൻ വിളിക്കുന്നത്? മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ. തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.